ഇല്ല, ഒരൊറ്റ രാത്രി കൊണ്ട് അനാഥരായി പോയ 2 ജന്മങ്ങളാ ഞാനും എന്റെ മോളും. അങ്ങനെയുള്ള ഞങ്ങള് കാരണം ആ കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാവാൻ പാടില്ല. ഒരിക്കൽ അച്ഛനോടൊപ്പം ഞാൻ ആ വീടിന്റെ പടിയിറങ്ങിയപ്പോ ആ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. ഞാൻ കാരണം ഇനിയും ആ മനസ്സ് വേദനിച്ച് അരുത്, അതുണ്ടാവരുത്. എല്ലാം പറഞ്ഞു കേട്ടപ്പോ ചന്ദ്രേട്ടന്റെ കാര്യത്തിൽ സങ്കടം തോന്നുന്നത്. ഇത്രയും കാലം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാ ചന്ദ്രേട്ടൻ ജീവിച്ചത്. ഇനിയുള്ള കാലം കൂട്ടിനൊരാള്, അങ്ങനെ ആലോചിച്ചൂടെ? ഓരോന്നിനും ഓരോ കാലമുണ്ട്. ഇപ്പൊ എനിക്ക് വലുത് എന്റെ മോള. നിങ്ങൾ ചെല്ല്. കഴിക്കണില്ലേ? വാ. കുട്ടിയോളം ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എന്താന്നറിയില്ല, ഒരു സുഖം കിട്ടണില്ല. ഒരു തരി മണ്ണ് പോലും ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കാനല്ല, പെട്ടെന്ന് അങ്ങോട്ട് വീതിച്ചു കൊടുത്താ അതോടെ എല്ലാരും കൂടൊഴിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടാ. ഇനി അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്കെന്തിനാ അമ്മ ഇതൊക്കെ? പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ, വരുവാവോ? എന്താ മോളെ, എന്താ മോളെ, എന്താ ഈ നേരത്തെ? സോറി അങ്കിളെ, അന്ന് അങ്കിളിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്. പേടിയായതുകൊണ്ട്. എനിക്ക് എല്ലാരെയും പേടിയാ. ഈ അങ്കിള് പാവ, എന്റെ മമ്മയും പാവ, ഞങ്ങൾക്ക് ആരുമില്ല. ഇനി എന്റെ അച്ഛൻ വന്നാ ഞങ്ങളെ കൊല്ലും. അങ്കിളിനെ അറിയാഞ്ഞിട്ടാ ഞാൻ എന്റെ മമ്മയുടെ മോളല്ല. സത്യ ഞാൻ പറയണേ. ഇതിനു വേണ്ടിട്ടായിരുന്നല്ലേ ഒരു മറുപടി കത്ത് പോലും അയക്കാതെ നീ? ഇല്ല, എന്നെ എന്റെ കുഞ്ഞിനെ പെരുവഴിയിലാക്കിയിട്ട് നീ അങ്ങനെ സുഖിക്കണ്ട. എന്റെ ഗതി ഇവൾക്കുണ്ടാവരുത്. വിടില്ല ഞാൻ, വിടില്ല. അയ്യോ വിടില്ല ഞാൻ. എന്താ ഇത്? ആരാ നിങ്ങള്? നിന്നെ പോലെ തന്നെ ഇവൻ താലി കെട്ടി പെണ്ണ ഞാനും. ഇത് കണ്ടോ, അതിലുണ്ടായ മകളായത്. എന്നെ കൊന്നാൽ ഇവനെ ഞാൻ വിടില്ല, വിടില്ല ഞാൻ. കൊച്ചിന്റെ പേരും പറഞ്ഞ് ഇതിനെങ്ങാനും തടസ്സമുണ്ടല്ലോ, കൊന്ന് തള്ള ഞാൻ. എന്നാ കൊല്ല്, കൊല്ലടാ, കൊല്ലടാ എന്നെ, കൊല്ല്. എപ്പോഴെങ്കിലൊക്കെ എന്നെ ഒന്ന് വന്ന് കണ്ടാ മതി.
ചിന്നിമോളെ, മോളെ, മോളെ. ഈശ്വര, എന്റെ മോള്. ദൈവമേ, എന്റെ മോള് ഇതെവിടെ പോയി? മോളെ, മോളെ, ചിന്നിമോളെ, മോളെ. അയ്യോ, മോളെ, മോളെ. എന്താടി ഒരു വെപ്രാളം? നിന്റെ പുന്നാര മോളെ കാണാനില്ലല്ലേ? അപ്പൊ നീയാണ് എന്റെ മോളെ. എന്റെ മോൾ എവിടെ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ വെച്ചിക്കില്ല ഞാൻ. എന്റെ മോൾ എവിടെ? ആർക്ക് വേണോടി ആ അസത്തിനെ? എനിക്ക് വേണ്ടത് നിന്റെ ആ പൊന്നുമോളെയല്ല, നിന്നെയാ. നമുക്ക് നഷ്ടപ്പെട്ട ആ അതിരാത്രി ഇന്നിവിടെ വെച്ചങ്ങ് ആഘോഷിക്കാം. എന്റെ അച്ഛന് മതി ആ പന്നിക്ക്. അപ്പൊ ഈ പുരമനയിൽ ചന്ദ്രൻ കാവൽക്കാരനും രക്ഷകനുമായിട്ട് ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട് അല്ലേ? അതെ, ഞാൻ കാവൽക്കാരനാ. സ്നേഹിക്കുന്നവർക്കെന്നും ഈ പുരമനയിൽ ചന്ദ്രൻ കാവൽക്കാരനാ. നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. നീ അനാട്ടമി പഠിച്ച മെഡിക്കൽ കോളേജ് മുതൽ നീ 8 കൊല്ലം കിടന്ന കാരാഗ്രഹം വരെ നിന്റെ പ്രശ്നം പെതടിനും പെണ്ണുമാ. അതിനൊരൊറ്റ ചികിത്സയേ ഉള്ളൂ. അത് നീ പഠിച്ച മെഡിക്കൽ സയൻസിലില്ല. ചന്ദ്രൻ ആ ചികിത്സ നന്നായി അറിയാം. അടി നല്ല ചുട്ട. ഇത്തിരി പോന്ന ഈ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാവങ്ങളെയൊക്കെ കാലാകാലം നിന്റെ കാൽച്ചുവട്ടിൽ നിർത്താമെന്ന് വിചാരിച്ചു. അച്ഛൻ എന്ന 2 അക്ഷരം കൊണ്ട് ലോകത്തിലെവിടെയും ഒരുത്തനും ഒരു കുഞ്ഞിനും അച്ഛനായിട്ടില്ല. അതിനെ സ്നേഹിക്കണം. ഒരു താലി ചരടുകൊണ്ട് ഒരുത്തനും ഒരു പെണ്ണിന് ഭർത്താവായിട്ടില്ല. അതിനെ സ്നേഹിക്കണം. ഞാൻ കാവലിരിക്കണ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ കൂടപ്പിറപ്പുകളെ നീ വിറപ്പിക്കും അല്ലടാ? പച്ച ചോരയുടെ മണം നിനക്ക് ഹരമാണല്ലേ? എന്നാ നിന്നെയൊക്കെ കൊന്നകത്ത് പോയാൽ അതിന്റെ പേരിൽ ദുഃഖിക്കാൻ ചന്ദ്രൻ ആരുമില്ല. ഒറ്റയ്ക്കാ, എന്നും ഒറ്റയ്ക്കാ ചന്ദ്രൻ. ഇനി ഈ പരിസരത്തെങ്ങാനും കണ്ട കൊല്ലും. ഒരുപാട് നന്ദിയുണ്ട്. എന്നും
സങ്കടങ്ങളെ തന്നിട്ടുള്ളൂ ഈ മണ്ണ് എനിക്ക്. ഒരിക്കലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ അറിയാലോ, ഈശ്വരൻ എനിക്ക് എന്റെ മോളെ തന്നത് എങ്ങനെയാണെന്ന് അന്ന് തീരുമാനിച്ചതാ. ഇനിയുള്ള ജീവിതം എനിക്ക് മോളും അവൾക്ക് ഞാനും. നാളെ ഞാനും എന്റെ മോളും തിരിച്ചു പോവുക ബാംഗ്ലൂരിലേക്ക്. ഞാനും. എന്തേ എന്തേ പെട്ടിയല്ല അടുക്കി വെക്കണേ? ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത് ആദ്യമായിട്ടാ. ഞാൻ പോവാമേ. പണ്ടൊക്കെ തിരിച്ചു പോകുമ്പോ പണത്തിന്റെ പേരിലാ ബാധ്യതകൾ ഉണ്ടാവുക. 1 or 2 കൊല്ലം അവിടെ പോയി കഷ്ടപ്പെട്ട അത് തീരും. പക്ഷെ ഈ വരവില് സ്നേഹത്തിന്റെ പേരിലാ ബാധ്യതകൾ ഉണ്ടായത്. സ്നേഹം നിഷേധിച്ചതിന്റെ പേരിൽ ഈ ബാധ്യത തീർക്കാൻ എത്ര കാലം അവിടെ പോയി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ആയുസിന്റെ 10-22 വർഷങ്ങൾ മറന്നിട്ട് നാളെ ഞാൻ പോവാ. കള്ളം പറഞ്ഞിട്ടാണെങ്കിലും കരഞ്ഞിട്ടാണെങ്കിലും അമ്മ എന്നെ തിരിച്ചു വിളിക്കരുത്. വല്യച്ഛന്റെ മക്കളാ? അങ്കിളിനോട് ഞാൻ പിണക്കാം. വേണ്ട അങ്കിൾ, ഞങ്ങളോടൊന്നും പറയാതെ അബ്ദാബിയിലെ ഷേഖിന്റെ അടുത്തേക്ക് പോവല്ലേ? പറയാതെ പോയാലല്ലേ പറയാതെ വരാൻ പറ്റൂ. അപ്പോഴല്ലേ അടിച്ചു പൊളിക്കാൻ ഒരു ഉഷാറുണ്ടാകൂ. ഏട്ടാ, വരുമ്പോഴും പോകുമ്പോഴും എല്ലാവരും സന്തോഷത്തോടെ കൂടെ വേണമെന്ന് അളിയന് നിർബന്ധമാണല്ലോ. ഞങ്ങളായിട്ട് ആ സന്തോഷം കെടുത്തണ്ടെന്ന് വിചാരിച്ചു. സന്തോഷായി. എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയല്ലോ. അതല്ലേലും നമുക്കൊന്നും പിണങ്ങാനും പിരിയാനും കഴിയില്ല. സ്നേഹിക്കാനല്ലേ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. കാതലുള്ള മരം തന്നെ വേണം ഫർണിച്ചർ ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ ആ പ്ലാവ് തന്നെ മുറിച്ചെടുത്തു. ഏട്ടനൊരു തടസ്സാവില്ല. ഏട്ടാ, അത് അമ്മാവാ വേണ്ട. എല്ലാവർക്കും എല്ലാത്തിനും അനുവാദം കൊടുത്തിട്ട് നീ ഈ കുടുംബത്തിൽ നിന്ന് വേറിട്ട് പോവുകയാണെങ്കിൽ എന്നോട് യാത്ര പറയാൻ നിൽക്കണ്ട. സേതു, അമ്മയെ വിളിക്ക. ഇറങ്ങാൻ സമയായി. അമ്മ അമ്പലത്തിൽ പോയിരിക്കുക. ഇത്രയും കാലം എനിക്ക് വേണ്ടി നടത്തിയ സ്വയംവര പുഷ്പാഞ്ജലികൾക്കൊന്നും ഫലം കാണാതെ വന്നപ്പോ അതിന്റെ പരാതി പറയാൻ പോയതായിരിക്കും പാവം. എന്തായി? വീണ്ടും കൈമലർത്തിയല്ലേ? ഒന്നും വേണ്ട. എത്ര കാലം കഴിഞ്ഞാലും എത്ര ജരാനരകൾ ബാധിച്ചാലും എന്നും സന്തോഷിക്കാനും ഓർമ്മിക്കാനും മനസ്സിനകത്ത് ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മാമ്പഴ കാലം ഉണ്ടമ്മേ. അത് മതി. ഏത് കടലിനപ്പുറത്തായിരുന്നാലും മനസ്സുകൊണ്ട് നിന്റെ കണ്ണീര് കാണുന്നവളായി അമ്മ. നിന്നെ കരയിപ്പിച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടാനില്ല മോളെ.
വാ മോളെ. വരൂ. ഇവളെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിലല്ലേ അമ്മ ആദ്യമായിട്ട് എന്റെ കുട്ടീനെ തല്ലിയത്. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ അതിന്റെ പേരിലുണ്ടായ സങ്കടം രണ്ടാളുടെ ഉള്ളിൽ അങ്ങനെ വിങ്ങി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ആ കണ്ണീരൊപ്പാൻ നല്ലത് ഈ അമ്മ തന്നെയാ. അതുകൊണ്ട് തന്നെയാ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പോയത്. മനസ്സുരുകി പറഞ്ഞപ്പോ ഈ അമ്മയുടെ പ്രാർത്ഥന ഇവള് കേട്ടടാ. വലത്തുകാല് വെച്ച് കയറും മോളെ. അമ്മേ, ആ, ഇത്രയും കാലം എന്റെ കുട്ടി എന്ന് അമ്മയ്ക്ക് പറയാൻ ഞാനായിരുന്നു കുട്ടി. ഇനി മുതൽ ദാ ഇതാണ് അമ്മയുടെ എന്റെ കുട്ടി. ഏത് മാവും പൂക്കും ഇല്ലളിയാ? മാവാ സുലൈമാനെ ഉപ്പുമാവ് വരെ പൂക്കൂലേ? അല്ല ചന്ദ്രേട്ടാ, ഇല്ല മറ്റവൻ പറഞ്ഞ മാതിരി ഞങ്ങൾ നിക്കണ അതെ പോണ. തൽക്കാലം നിങ്ങൾ ചെല്ലേ. എന്നിട്ട് അബുദാബിയിലുള്ള നമ്മുടെ ചൊങ്കന്മാരോട് പറ, ഈ പുരമനയിൽ ചന്ദ്രനും ഒരു കുടുംബമായെന്ന്. അപ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാവും.